നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒഴിവ് സമയങ്ങളിൽ ഫോണുകളും സോഷ്യൽ മീഡിയയും ഒക്കെ സമയം കളയുന്നവരാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ യുവതലമുറ. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൻ്റെ പഠനത്തോടൊപ്പം ഫ്രീ ടൈമുകളിൽ മരത്തടികളിൽ വർണ്ണവിസ്മയം തീർക്കുകയാണ് ചുങ്കക്കുന്ന് കോലാഞ്ചിപ്പൊയ്യമലയിലെ കരുമാങ്കുഴി വിഷ്ണു എന്ന കൊച്ചു കലാകാരൻ. ചുങ്കക്കുന്ന് കോലാഞ്ചിയിലെ കരുമാങ്കുഴി ബിജു ഷീജ ദമ്പതികളുടെ മകനാണ് വിഷ്ണു. പേരാവൂരിൽ ഗ്രാഫിക് ഡിസൈനർ വിദ്യാർത്ഥിയായ വിഷ്ണു തനിക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളിലാണ് ഇങ്ങനെ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. വിഷ്ണു അല്ലേ, ഇതെങ്ങനെയാണ് ഈ മരത്തടിയിലെ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചത്? ഇത് ഞാനിപ്പോൾ സമയം കിട്ടുന്ന പോലെ ചെയ്താക്കിയത്. എന്താ പഠിക്കുന്നത്? ഞാനിപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുക. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ടൈമുകളിൽ ഇതെങ്ങനെയാണ് നിർമ്മിക്കാൻ പഠിച്ചത്? യൂട്യൂബ് നോക്കിയിട്ടാണോ? അല്ലല്ല, ഇത് ഞാൻ ജസ്റ്റ് ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ വരച്ചിട്ട് തടിയെ ട്രൈ ചെയ്ത. അച്ഛൻ്റെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നോക്കിയത്. അപ്പോൾ ഈ ആനയുടെ ഇത് പെയ്ഡായിട്ട് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ ഫസ്റ്റത്തെ വർക്കാണ്. ഫസ്റ്റ് പെയ്ഡ് വർക്കാണ്. ഇവിടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാണ്? നാട്ടിൽ തന്നെയുള്ള. എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഒരെണ്ണം നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ടൈമിൽ ചെയ്യുന്നത്, അപ്പോൾ സമയം എടുക്കും നല്ലതാണ്. 2 മാസമൊക്കെ അടുത്തെടുക്കും. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ കൊണ്ടുതരുവാണല്ലോ? ഇതിനുള്ള തടിയൊക്കെ പുറത്തുനിന്ന് എടുക്കും. പിന്നെ ടൂൾസൊക്കെ അത്യാവശ്യം ഇവിടെ ഉണ്ട്, അതൊക്കെ വെച്ച് ചെയ്യും. ദിശേട്ടൻ എന്നൊരു ആശാരിയാണല്ലേ? ഒരുപാട് വർഷങ്ങളായിട്ട് 30 കൊല്ലത്തിന് മേലെയായി. അപ്പം മോന് ഇങ്ങനൊരു അനുഗ്രഹപ്പെട്ട ഭയങ്കര അനുഗ്രഹിച്ചൊരു കഴിവാണ് ഇങ്ങനെ തടിയിൽ ഇങ്ങനെ ഉള്ള നല്ല നല്ല ശില്പങ്ങൾ കൊത്തിയെടുക്കുക എന്ന് പറയാം. അതും പ്രത്യേകിച്ച് വേറെ എവിടെ നിന്നും പഠിക്കാതെ ഫോണിലെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. എന്താണ് ഈ നിമിഷം പറയാൻ തോന്നുന്നത്? കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഇവനിപ്പോൾ 18 വയസ്സായി. ഒരു 5-6 വയസ്സുള്ളപ്പോൾ മുതൽ പുള്ളി അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഞാൻ പണിയുന്ന ഓരോന്നും ഉളികളും മറ്റുള്ള മരങ്ങളത്തെ കുറിച്ചൊക്കെ പുള്ളി മനസ്സിലാക്കി ഉള്ളിൽ വെച്ചതായിരിക്കും. പിന്നെ ഒരു ഫോട്ടോ കാണുമ്പോൾ അത് ഇന്ന പോലെ വരയ്ക്കണം, ഇന്ന പോലെ വരച്ചാൽ ഇന്ന പോലെ ആകും, ഇന്ന പോലെ പടന്നാൽ ഈ രൂപത്തിൽ വരും എന്നുള്ളത് ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. അതിപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവൻ പണിയുന്നതിനകത്ത് ഞാനങ്ങ് മാറി നിൽക്കുള്ളൂ, അവൻ്റെ ഇഷ്ടത്തിന് വിട്ടോളൂ. അവൻ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, അത്രയൊക്കെ ചെയ്യുള്ളൂ. പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്ന ഈ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് വിഷ്ണുവിന്? ഈ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് പഠിക്കടാന്ന് പറഞ്ഞ് പിടിച്ചിരുത്താണ്ട് ചെയ്യാനൊക്കെ സമ്മതിക്കും? ഈ കോളേജിലെ അവിടെ അധ്യാപകരൊക്കെ എങ്ങനെയാണ്? അപ്പൊ ഇതിപ്പം വിഷ്ണു നിർമ്മിച്ച് നൽകുന്നുണ്ടല്ലോ, അവരിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അവരിപ്പോ എൻ്റെ ആദ്യത്തെ ഒരു വർക്ക് കണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർക്ക് പുതിയൊരെണ്ണം വേണം തോന്നി, അതുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചാണ്. ഇന്ന് വൈകിട്ട് കൊടുത്തു വിടും? ഇന്ന് വൈകിട്ട് സെയിലാകും. ഇനിയും മനോഹരമായ നിരവധി ശില്പങ്ങൾ ഒരുക്കി ഒരുപാട് ഉയരങ്ങളിലേക്ക് വിഷ്ണുവിന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.